ബീഫ് ബ്രെയിൻ തയ്യാറാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പം ബീഫ് ബ്രെയിൻ വൃത്തിയാക്കിയിട്ട് എങ്ങനെ നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ബീഫ് ബ്രെയിൻ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മീതത്തെ ഈ പാടകളൊക്കെ പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലത്തെ ബ്ലഡൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് നല്ല രീതിയിൽ ഇത് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഈ പാടകളൊക്കെ പൊട്ടിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ബ്രെയിനൊന്നും പോവാതെ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെയിൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കാറില്ല, കുരുമുളക് പൊടി ചേർത്താണ് ഇത് ചെയ്യാറ്. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ആവശ്യത്തിന് കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് ഇളക്കിയെടുക്കാം. അതേപോലെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഉടച്ചതിന് ശേഷം നമ്മൾ ചേർത്തിട്ടുള്ള കുരുമുളക് പൊടിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ എത്തണം. അതുപോലെ നമ്മൾ ഉപ്പിടുമ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ കോഴിമുട്ടയിലൊക്കെ ഉപ്പ് ചേർക്കണം അതേപോലെ തന്നെയാണ്, കുറച്ച് മാത്രമാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ ഇറച്ചിയിലൊക്കെ ഉപ്പ് ചേർക്കുന്ന അത്ര ഉപ്പിനൊന്നും ഇതിന് ആവശ്യമില്ല, കുറച്ച് മാത്രം ഉപ്പാണ് ചേർക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഉപ്പ് കൂടുതലാവും. ബ്രെയിൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് നമുക്ക് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. അതേപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ബ്രെയിൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെരുന്നാളിന് നമ്മൾ വീട്ടിൽ അറുത്തിട്ടുള്ള പോത്തിൻ്റെ ബ്രെയിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പോത്തായിരുന്നു. വലുതിൻ്റെയും ചെറുതിൻ്റെയൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും എന്ന് പറയുന്നത് കേൾക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് കഴിക്കുന്ന എല്ലാവർക്കും ബ്രെയിനൊന്നും അത്ര ഇഷ്ടാവില്ല. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും.
ബീഫ് ബ്രെയിൻ തയ്യാറാക്കാൻ അറിയാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റോട് കൂടി നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ബീഫ് ബ്രെയിൻ നല്ല പോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഇതേപോലെ ബീഫ് ബ്രെയിൻ തയ്യാറാക്കുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.